മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റദിയല്ലാഹു അൻഹ. മുത്തുനബി പൊന്നുമോൾക്ക് വിവാഹപ്രായമായപ്പോൾ തിരഞ്ഞെടുത്തത് മഹാനായ അലി റദിയല്ലാഹു അൻഹുവിനെയാണ്. മാതൃകാപരമായ ദാമ്പത്യം. ആരെയും കരയിപ്പിക്കും ഫാത്തിമ ബീവിയുടെ അവസാന സമയങ്ങൾ. അലി റദിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി തകൃതിയായി വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. മക്കളായ ഹസൻ, ഹുസൈനെ കുളിപ്പിക്കുന്നു, തല തോർത്തിക്കൊടുക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു. ഇതിനിടയിൽ തന്നെ ഖുബ്ബൂസും ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇതുതന്നെയാണല്ലോ. പക്ഷേ അലി റദിയല്ലാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ്. ഇന്നെന്തു പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റദിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. കേട്ടയുടനെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റദിയല്ലാഹു അൻഹു ചോദിച്ചു. നമ്മളെങ്ങാനുമായിരുന്നുവെങ്കിൽ അടിയും ചീത്തയുമൊക്കെയായിട്ട് രംഗം വഷളാക്കിയേനെ. പണ്ഡിതന്മാർ ആവർത്തിച്ചു പറഞ്ഞതും ഇതുകൊണ്ടാണ്, ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന്. കിയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങിവരില്ല. ഇടിവെട്ടേട്ടതുപോലെയുള്ള മറുപടി. അലി റദിയല്ലാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ ഈ പറയുന്നേ? നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു, ഞാൻ എന്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ കാണാൻ പൂതിപെരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും തങ്ങൾ പറഞ്ഞു. ഇത് കേട്ടതോടെ അലി റദിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവിയും. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടുപോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റദിയല്ലാഹു അൻഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നിന്നില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? തനിക്ക് മക്കളെ സമ്മാനിച്ച, കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാളുപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബിയുടെ മകൾ. അലി റദിയല്ലാഹു അൻഹു ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് രണ്ടുപേരെയും മടിയിലിരുത്തി. ഇതൊന്നുമറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. ഞാൻ പോയാൽ പിന്നെ ആരാന്റെ മക്കളെ കുളിപ്പിക്ക, ഉടുപ്പിടിയിച്ചു തരാ എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ചു കരയുകയാണ് മഹദി. വീടാകെ മൂകത, ദുഃഖം തളം കെട്ടി നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് നെഞ്ചുപൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ അലി റദിയല്ലാഹു അൻഹു. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിൾ നനഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിന്റെ ഉപ്പായെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം. പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെപ്പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാവമാണ്. എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോ നന്മകളില്ലാതെ ഞാൻ വിഷമിക്കുമ്പോ ഈ പാവത്തെയും പരിഗണിക്കാൻ മുത്തുനബിയോട് പറയണം. ഈ ചങ്ക് പൊട്ടിപ്പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞ് അലി റദിയല്ലാഹു അൻഹു കണ്ണീർ വാർക്കുന്നു. ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ വിതുമ്പിക്കരയുകയാണ് ഫാത്തിമ ബീവി. ഓ അലിയാർ തങ്ങളെ, എനിക്കും കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും നിങ്ങള് തന്നെ ആയിരിക്കണം. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ വല്ലാതെ വിഷമിക്കും, അനാഥരാകും. അതുകൊണ്ട് യതീം മക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം. കൂടെ എന്നെയും ഓർക്കണം. എനിക്കും പൊരുത്തപ്പെട്ടു തരണം. പിന്നെ എന്റെ പുന്നാര മക്കളായ ഹസൻ, ഹുസൈനെ ഒരിക്കലും തല്ലരുത്. ഫാത്തിമ ബീവി തുടർന്നു, ഞാൻ ഉപ്പാനെയും ആകാശത്തിലെ മലക്കുകളെയും കണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എന്റെ പാത്രത്തിൽ സൂക്ഷിച്ച ഒരു പേപ്പറുണ്ട്, അതൊന്നു കൊണ്ടുവരാമോ? അലി റദിയല്ലാഹു അൻഹു അത് കൊണ്ടുവന്നതും ഫാത്തിമ ബീവി പറഞ്ഞു, എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്തു വെക്കണം. ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കരുത്. പരമരഹസ്യമാണിത്. എനിക്കത് പറഞ്ഞു തരണമെന്ന് അലി റദിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയനെ, നമ്മുടെ കല്യാണത്തിനു മുൻപ് എന്നോടുപ്പ ചോദിച്ചു, 400 ദിർഹം മഹറിന് നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് തൃപ്തിയാണോ? എനിക്ക് അലിയാർ തങ്ങളെ തൃപ്തിയാണുപ്പാ, പക്ഷേ ദിർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടു പറഞ്ഞു, സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അല്ലാഹു മഹറാക്കിയിരിക്കുന്നു.
എന്നിട്ടും ഫാത്തിമ ബീവി വിടുന്ന മട്ടില്ല. എനിക്ക് അതും തൃപ്തിയായില്ല എന്ന് മഹദി പ്രതികരിച്ചു. പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? മുത്തുനബി വളരെ സൗമ്യമായി ചോദിച്ചു. അങ്ങയുടെ ഉമ്മത്തിന്റെ ഷഫാഅത്ത് എനിക്ക് ഉറപ്പുതരണം. എന്റെ ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പേപ്പറുമായി വന്നു. അതിൽ ഉമ്മത്തിന് ഷഫാഅത്തുണ്ട് എന്നെഴുതിയിട്ടുണ്ട്. ഞാൻ അതും കൊണ്ട് മഹ്ശറയിൽ വരും, റബ്ബിന്റെ മുൻപിൽ സമർപ്പിക്കുകയും ചെയ്യും. അന്ത്യമാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം. ഫാത്തിമ ബീവി സിറാത്ത് കടക്കുന്നതുവരെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കണം. ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി തന്റെ പരിചാരികയോട്, ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത്, ഞാൻ ദിക്റ് സലാത്ത് ചൊല്ലിക്കിടക്കുകയാണ്. മുത്തുനബി ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ചു കിടന്നു. സമയമായി. ഫാത്തിമ ബീവി ഈ ലോകം വിടിയുന്നു. അല്ലാഹു സുബ്ഹാനഹുവ തആല റൂഹ് പഠിക്കാൻ കൽപ്പിച്ചു. മുത്തുനബിയുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാകുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു, ഭൂമി പിടച്ചു, സർവ്വജീവജാലങ്ങളും വിതുമ്പുന്നു. മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വന്നു. ഉമ്മി, ദുഹാ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്ക്. പൊന്നുമ്മ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതറിയാതെ ആ നിഷ്കളങ്ക ബാല്യങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നു. ഉമ്മയുടെ മുഖമക്കന നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം. വേദനയോടെ അവർ മനസ്സിലാക്കി, ഇല്ല, ഇനി ഉമ്മ തിരിച്ചുവരില്ലെന്ന്. രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയൽവാസികളും നാടൊന്നാകെ ആ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ്. വിവരമറിഞ്ഞ് അലി റദിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നെത്തി. പ്രിയതമയുടെ മുഖത്തു നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി പറഞ്ഞത് അദ്ദേഹം ഓർക്കുന്നു, ഫാത്തിമ സ്വർഗത്തിലും നിന്നെ ഭാര്യയായിരിക്കുമെന്ന്. അലി റദിയല്ലാഹു അൻഹു തന്നെ മയ്യത്ത് പരിപാലനം നടത്തി. ജീവിതകാലത്ത് അന്യപുരുഷന്മാർ ആരും ഫാത്തിമ ബീവിയുടെ ഔറത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. കൂട്ടുകാരെ, മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി മാത്രം വാശിപിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ പരിഭവം പറയാതെ കൂടെ നിന്ന് പൊന്നു ഉമ്മ ഫാത്തിമ ബീവി നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിമ ബീവിയുടെ ബരക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഫാത്തിമ ബീവിയെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തയ്യാറാക്കിയത് AK-C ചിറമംഗലം.